നീ എന്താ കരുതിയേ നിന്നെ പറഞ്ഞു വിടാനാ പിടിച്ചോണ്ട് വന്നേന്നോ? ഇനി ജീവിതാവസാനം വരെ നീ എന്റെ മാത്രം സ്വന്തമായിട്ട് ജീവിച്ചാ മതി. എന്റെ പ്ലാൻ എന്താ നിന്നോട് പറയട്ടെ? കുറച്ചു നാളത്തേക്ക് നിന്നെ ഇവിടെ തന്നെ ഞാൻ ഒളിപ്പിക്കും. പിന്നീട് പതുക്കെ നീ എനിക്ക് വേണ്ടി ഇങ്ങോട്ട് പോന്നതാണെന്നും എന്നോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചെന്നും ഒരു റൂമർ അങ്ങ് ക്രിയേറ്റ് ചെയ്യും. എന്റെ കൂടെ പുറത്തവളെ പിന്നെ ആ മിഥുനും സ്വീകരിക്കാൻ പോകുന്നില്ല. പിന്നെ ഞാൻ മാത്രമായിരിക്കും നിന്റെ ഗതി. ഞാൻ മാത്രമായിരിക്കും എന്നും നിന്റെ പതി. അതിന്റെ പേരിൽ ഇപ്പോഴേ പരിഭ്രമിക്കണ്ട. ഇപ്പൊ ഉടനെ ഒന്നും നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. എന്നെ നാണം കെടുത്തിയ പോലെ നാട്ടുകാരുടെ മുമ്പിൽ ആ മിഥുനെ എനിക്ക് നാണം കെടുത്തണം. എന്നാൽ മാത്രമേ എനിക്ക് സമ്പൂർണ്ണ സംതൃപ്തി കിട്ടൂ. പിന്നെന്റെ മുത്തിനെ കെട്ടിപ്പിടിച്ച് ഞാൻ ജീവിക്കും. ഇനി അങ്ങോട്ടെന്നും ഇതാണ് നിന്റെ വീട്. ഞാനാണ് നിന്റെ ഭർത്താവ്. കേട്ടോടി? വാടാ. അഴിച്ചോട്. എന്റെ ചേച്ചി അഴിച്ചോട്. ചേച്ചി ഈ തിരക്കിനിടയ്ക്ക് എങ്ങോട്ടാന്ന് ചോദിച്ചിട്ട് ചേച്ചി ഒന്നും പറയാൻ കൂട്ടാക്കിയില്ല. ഇനി ഇവിടെ ആരെങ്കിലും എന്നോട് വന്ന് എന്തെങ്കിലും ചോദിച്ചാ അവരോട് ഞാൻ എന്ത് മറുപടി പറയും? Manjari? Where are you, Midun? I am waiting for you. I'm on the way. Don't worry. Okay, come fast. മുകളിലോട്ട് പോയ ചാരു എവിടെ? ചേച്ചിയും വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഇതുവരെ താഴോട്ട് ഇറങ്ങാറായില്ലേ? സഞ്ജന, നീ ഒന്ന് ചെന്ന് നോക്കിക്കേ. ശരി വല്യമ്മേ. എന്തു പറ്റി ചാരു? നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? മേഘനേട്ടത്തി എവിടെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏട്ടത്തിയെ കാണാത്തെന്താ? ചേച്ചി ഇവിടെ ഇല്ല. ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു? പുറത്തേക്ക് എങ്ങോട്ടെങ്കിലും പോയോ? അതെ സഞ്ജു. എന്നാ പിന്നെ അത് വല്യമ്മയോട് പറയണ്ടായിരുന്നു. എന്തു പറ്റി? എല്ലാരും ആകെ ടെൻഷനിലാണല്ലോ. മേഘനയെ കാണാനില്ല പ്രിയമ്പതേ. എന്തു പറ്റി സഞ്ജു? മേഘനേട്ടത്തി പുറത്തേക്ക് എവിടെ പോയിരിക്കാ വല്യമ്മ? അവള് പുറത്തു പോയിന്നോ? ഇവിടെ ഇത്രയേറെ ജോലികളുള്ളപ്പോ പറയാതെ എവിടേക്കാ അവള് പോയത്? എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാന്ന് പറഞ്ഞ് വീരവാദം മുഴക്കിയവളാ. എന്നിട്ട് സമയമായപ്പോ ആള് മുങ്ങിയല്ലേ? ഏതു നേരവും വാചകം അടിച്ച് ഇവിടെ ഉള്ളവരുടെ മനസ്സിൽ കയറി പറ്റാന്നുള്ള ആഗ്രഹമല്ലാണ്ട് ഏറ്റെടുത്ത പണി മര്യാദയ്ക്ക് ചെയ്യണമെന്നുള്ള ഉദ്ദേശമൊന്നും അവൾക്കില്ല. ഇത്രയും വലിയൊരു ഉത്തരവാദിത്തം വെച്ചോണ്ട് ഒരു കൂസലില്ലാതെ ഈ സമയത്ത് അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോ തന്നെ എനിക്കും അത് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. ഇതിനേക്കാൾ പ്രാധാന്യം മറ്റെന്തിനാ? അറേഞ്ച്മെന്റ്സിനൊന്നും ഒരു കുറവുണ്ടാവാതെ നോക്കണേന്ന് പ്രത്യേകം പറഞ്ഞതാ. എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം, അമ്മ വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് വാക്ക് തന്നിട്ട് ആരോടൊരു അക്ഷരം പോലും പറയാതെ എവിടെ കേട്ടാ അവള് പോയത്? മേഘനയുടെ ഈ അനാസ്ഥ കാണുമ്പോ പേടിയാവുക. വരുന്നവരുടെയൊക്കെ മുമ്പേ അവസാനം നമുക്ക് തല കുനിക്കേണ്ടി വരുമോ? മോം ഒന്നും മിണ്ടാതിരിക്കും. ഈ ഒരു ചെറിയ കാര്യത്തിന്റെ പേരിൽ ഇവിടെ ആരുടെയും അന്തസ്സിനും അഭിമാനത്തിനും ഒരു കോട്ടവും നട്ടാൻ പോകുന്നില്ല.
ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല വല്യമ്മേ. ഡെക്കറേഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുക. ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ ഞാനും സഞ്ജനയും കൂടി ശരിയാക്കിക്കോളാം. നിങ്ങൾ ശരിയാക്കുമായിരിക്കും. പക്ഷെ ഞാനത് ആരെ ഏൽപ്പിച്ചേ? എല്ലാം നോക്കിക്കൊള്ളാൻ ആരെ സമ്മതിച്ചേ? ഒരു കാര്യം ഏറ്റെടുത്ത് അത് ഭംഗിയായിട്ട് അവസാനിപ്പിക്കുന്നത് വരെ ഊണ് ഉറക്കം ഒഴിച്ച് കഷ്ടപ്പെടണമെന്ന് അറിയില്ലേ? ഏറ്റെടുത്ത കാര്യം പൂർണ്ണമാക്കാതെ മറ്റൊന്നിന്റെ പുറകെ പോവാൻ എങ്ങനെ മനസ്സ് വരും? ഇതാണ് അവളുടെ സംസ്കാരം. യാതൊരു ഉത്തരവാദിത്വ ബോധവും ഇല്ലാത്ത പെൺകുട്ടി. ഛേ, ചെറിയമ്മ, കിട്ടിയ അവസരം ചെറിയമ്മ പാഴാക്കിയില്ലല്ലേ? അത് പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്. എന്നാലല്ലേ മേഘനെ അരുണിമേച്ചിയുടെ മനസ്സിൽ നിന്ന് പറിച്ചു കളയാൻ പറ്റൂ. ഇങ്ങനെ ആരോടൊന്നും പറയാണ്ട് മേഘന ഇതുവരെ എങ്ങും പോയിട്ടില്ല. എന്നിട്ട് പതിവില്ലാതെ ഇന്ന് എന്തിനാ അവള് പോയേ? ഏട്ടത്തി പോയിട്ട് വരട്ടെ അച്ഛമ്മേ. ഒരു നേരം ഗുളിക കഴിച്ചില്ലെങ്കിൽ ഇപ്പൊ എന്താ? മേഘനടുത്തില്ലെങ്കിൽ ഇപ്പൊ അച്ഛമ്മ ജീവിച്ചിരിക്കില്ല എന്ന് തോന്നുമല്ലോ. മറ്റാരോടൊക്കെയുള്ള ദേഷ്യം നീ എന്തിനാ ഈ അച്ഛമ്മയുടെ അടുത്ത് തീർക്കുന്നേ? ഒറ്റയടിക്ക് എല്ലാവരും കൂടി മേഘനെ മേഘനെന്ന് വിളിച്ചു കൂവി ഒടുവിൽ കാര്യം വല്യമ്മയുടെ ചെവിയിൽ എത്തിച്ച് വഷളാക്കിയപ്പോ തൃപ്തിയായില്ല എല്ലാവർക്കും. ഡാ ചേട്ടാ. നീ ചെന്നേ ബിരിയാണി വാങ്ങിച്ചോണ്ടോ. ശരി ചേട്ടാ. എന്റെ മഹാദേവ, ഇവിടുന്ന് രക്ഷപ്പെടാൻ എനിക്ക് നിതിനും എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ. ഈ കാലനെങ്ങനെ ഇവിടെ എത്തി? മേഘനെ നിതിന് ഇവിടെ ഉണ്ടെന്ന് ഇവനെങ്ങനെ അറിഞ്ഞു? ഡാ, അവന്റെ കൈയും കാലും തല്ലുപിടിക്കടാ. ശരിയേട്ടാ. എടാ, അവിടെ എന്തോ വഴക്കാന്ന് തോന്നല്ലോ. നീங்க വന്ന് എന്താ നോക്കിട്ട് വരാം. വേണ്ടടാ, അതിനകത്ത് ചെന്ന് വേണേ ചിലപ്പോ നമുക്ക് കിട്ടും, 2 കിട്ടും. ഒരു പ്രാവശ്യം നിനക്ക് എന്റെ ആവശ്യത്തിന് കിട്ടിയതാ, എന്നിട്ട് നിന്റെ ബുദ്ധി നേരായില്ലേ? ഇനി നിന്നെ നന്നാക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് നീ തന്നെ പറ. മിഥുനേട്ടൻ എങ്ങനെ ഇവിടെ എത്തിയത്? ഏട്ടന് ഞാൻ ഇവിടെ ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? മിഥുനേട്ടാ, ഒന്നും പറ്റിയില്ലല്ലോ. മിഥുനേട്ടാ, ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് മിഥുനേട്ടൻ എങ്ങനെ അറിഞ്ഞു? നിതിൻ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. നിധി മെസ്സേജ് അയച്ചിരുന്നോ? എങ്ങനെ? ശരിയാണ് ചേച്ചി. കുറച്ചു മുമ്പ് ഞാൻ ചേച്ചിയുടെ ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ചേ. എന്റെ ഫോണിൽ നിന്നോ? ദേ ഇത് കണ്ടോ, ഇതീന്ന് അയച്ചേ. ചേച്ചി ചേച്ചി ഇങ്ങോട്ട് വന്ന കാര്യം മിഥുനേട്ടന് അറിയാമോ? ഇല്ല നിതിന്, ഞാൻ പറഞ്ഞിട്ടില്ല. മിഥുനേട്ടനോട് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങോട്ട് ഓടി വന്ന് ഈ രാക്ഷസിനെടുത്തിട്ട് അലക്കിക്കോളുമായിരുന്നല്ലോ. ഇല്ല നിതിൻ, ഞാനിത് ആരോടെങ്കിലും പറഞ്ഞ നിന്നെ കൊന്നു കളയുന്ന ജഗദീഷ് എന്നെ ഭീഷണിപ്പെടുത്തിയ. അതുകൊണ്ടാ ആരോടും പറയാതെ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. ഇത് നമ്മുടെ വീട്ടിൽ ആർക്കും അറിയില്ല. ഇനി നമ്മൾ തന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുകയേ നിവൃത്തിയുള്ളൂ.
നിതിൻ മെസ്സേജിന്റെ കൂടെ ലൊക്കേഷനും അയച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് എത്താൻ പറ്റി. മിഥുനേട്ടനോടൊന്നും പറയണ്ടെന്നല്ലേ ചേച്ചി പറഞ്ഞേ? അതുകൊണ്ടാ ചേച്ചി അറിയാതെ ഞാൻ തന്നെ മിഥുനേട്ടനെ മെസ്സേജ് ചെയ്ത്. മേഘനെ നടക്ക്, നമുക്ക് എത്രയും വേഗം വീട്ടിലെത്തണം. ഇവന്റെ കാര്യം പിന്നീട് നോക്കാം. വാ നമുക്ക് പോ. മിഥുനേട്ട പെട്ടെന്ന് വാ, ഓടിക്കും നിതിൻ. ഹലോ മേഘനെ മുട്ടിന് വല്ലതും പറ്റിയോ? കേറിയിരിക്കും. ഹലോ, ഇപ്പൊ ഞാൻ വേറൊരു തിരക്കപ്പെട്ടിരിക്കുക. നിന്റെ അടുത്തേക്ക് എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നീ പോയ കാര്യം ഫിനിഷ് ചെയ്തിട്ട് വേഗം വീട്ടിലേക്ക് എത്താൻ നോക്കാം. പെട്ടെന്നാവട്ടെ, പെട്ടെന്ന് കൊണ്ടുവയ്ക്കേ. ഇതെല്ലാം നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുകയാണേ. പിന്നെ വിവേകേ, നീ നിന്റെ ഏട്ടത്തി ഒന്ന് വിളിച്ചു നോക്ക്. വിളിക്കാൻ വിളിച്ച. മോളെ മേഘനെ, നീ എവിടേക്കാ പോയേ? നിന്നെ കാണാണ്ട് വീട്ടിൽ ഇനി ഉണ്ടാകാൻ ഒരു പ്രശ്നവും ബാക്കിയില്ല. അച്ഛാ, ഞാനിവിടുന്ന് പോയത്. അത് പ്രത്യേകിച്ചൊന്നുമില്ല. വീട്ടിൽ നിതിൻ ഒറ്റയ്ക്കായിരുന്നല്ലോ. അപ്പൊ അവൻ ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അവനെ കൂട്ടാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയതാ. മേഘനെ, ഇപ്പൊ നടന്ന കാര്യങ്ങളൊന്നും വീട്ടിൽ പറയണ്ട. അറിഞ്ഞ അവരെല്ലാരും പേടിക്കും. അതല്ല, അമ്മയ്ക്ക് നാളെ സത്യം കാണും മനസ്സിലായാതെ മതി ദേഷ്യപ്പെടാൻ. കള്ളം പറഞ്ഞൊന്നും പറഞ്ഞ് എന്നെ നിർത്തിപ്പൊരിക്കും. എന്ന് വെച്ച് ഈ കാര്യം തുറന്നു പറഞ്ഞാൽ വീട്ടിലെല്ലാവരുടെയും സമാധാനം നഷ്ടപ്പെടുത്താന്നേ ഉള്ളൂ. ഇന്നത്തെ സെലിബ്രേഷന്റെ മൂടും പോവും. ഇത് പിന്നെ എപ്പോഴെങ്കിലും തുറന്നു പറഞ്ഞാൽ മതി. അതാ നല്ലത്. കുറച്ചു നേരം കൊണ്ട് ഇവിടെ എന്തൊക്കെ പ്രളയം ഉണ്ടായെന്നറിയോ? എന്ത് പറ്റി വിവേക്? എന്റെ ഏട്ടത്തി. എടാ, ഒന്നുമില്ല മോളെ. നീ ബാക്കി പണികളൊക്കെ നോക്ക്. അത് ശരിയാണല്ലോ. അല്ല ചാ, ഡെക്കറേഷനൊക്കെ എങ്ങനെയുണ്ട്? വളരെ മനോഹരമായിരിക്കുന്നു. ഇപ്പോഴാ സമാധാനായത്. നിങ്ങളെല്ലാരും പോയി റെഡിയായിട്ട് വാ. അവസാനത്തെ മിനുക്ക് പണികളെല്ലാം ഞാൻ നോക്കിക്കോളാം. ശരി മോളെ. അരുണിമേ ആകെ അവിടെ ടെൻഷൻ അടിച്ചിരിക്കുക. ഞാൻ ചെന്ന് കാര്യം പറയട്ടെ. വിവേക്, ഇനി ഇങ്ങനെ നിന്നാൽ എങ്ങനെയാ? പോയി റെഡിയായിട്ട് വന്നേ. ശരി ഏട്ടത്തി. മിഥുനേട്ടനും പോയിട്ട് ഫ്രഷ് ആയിട്ട് വാ. നമ്മുടെ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ തക്ക സമയം ഇതാണ് ഹർഷിണി. ശരിയാ ചെറിയമ്മേ, താഴെ ആരുമില്ല. ഈ ഡെക്കറേഷൻ നിലം പതിപ്പിക്കാൻ ഇതാണ് പറ്റിയ സമയം. നിക്ക്, ഞാനൊരു നൈഫ് എടുത്തിട്ട് വരാം.
പക്ഷെ ഒരു കാര്യം മാത്രം നീ ഓർത്തോളണം. സെലിബ്രേഷൻ എത്തുന്ന ബന്ധുക്കളുടെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് എന്തെങ്കിലും ഒരു അപശ്രുതി ഉണ്ടായാ പിന്നീട് ഒരിക്കലും എനിക്ക് നിന്നോട് ക്ഷമിക്കാനാവില്ല. നന്നായിരിക്കുന്നു. ഇതായിരുന്നോ നീ പറഞ്ഞ അതിഗംഭീരമായ ഡെക്കറേഷൻ? സച്ച് എ ഫാന്റാസ്റ്റിക് വൺ. കേറി വരുന്ന ബന്ധുക്കളും കൂട്ടുകാരും ഇത് കണ്ട നല്ല പേരായിരിക്കും നമുക്ക്. ക്ഷമിക്കണോ അമ്മേ, ഇതെങ്ങനെ സംഭവിച്ചെന്ന് പിടികിട്ടുന്നില്ല. ആത്മാർത്ഥതയോടും ആത്മസമർപ്പണത്തോടും കൂടി ചെയ്താലേ ഏതൊരു കാര്യവും നന്നാവൂ. ആരംഭശൂരത്വം മാത്രം കാണിച്ച അതിന്റെയൊക്കെ അവസാനം ഇങ്ങനെയായിരിക്കുന്നത് നിനക്ക് മനസ്സിലായല്ലോ. ഞാനെല്ലാം ആത്മാർത്ഥമായിട്ട് തന്നെ അമ്മയെ ചെയ്ത് എന്ന് നീ പറഞ്ഞാൽ മാത്രം പോരല്ലോ മേഘനെ, അത് ചെയ്തു കൂട്ടുന്ന കാര്യത്തിലും തെളിഞ്ഞു കാണണമല്ലോ. അതെ, അറിയാൻ വയ്യാത്ത കാര്യത്തിന് ഇറങ്ങി പുറപ്പെടരുത്. ഇതിനു പകരം ഇതൊന്നും എനിക്ക് പറ്റുന്ന പണിയല്ലെന്നും പറഞ്ഞ് മാറി നിൽക്കായിരുന്നില്ലേ? അറിയാത്ത കാര്യം മരം മറിക്കുമെന്നും പറഞ്ഞ് പ്രസംഗിക്കാൻ നിന്നാ അവസാനം ഇതുപോലെ ഇരിക്കും. ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. മിണ്ടിപ്പോവരുത്. ആരെങ്കിലും പ്രശംസിക്കുന്നത് കേൾക്കാൻ നിനക്ക് വലിയ ഉത്സാഹമാണല്ലോ. ആ ഉത്സാഹം എന്താ ചെയ്യുന്ന ജോലിയിലും കൂടി കാണിക്കാൻ നിനക്ക് മനസ്സ് വരാത്തത്? ആദ്യം തൊട്ടേ മഞ്ജരി എത്ര വട്ടം പറഞ്ഞതാ ഇതെല്ലാം അവള് നോക്കിക്കോളാമെന്ന്. എന്നിട്ട് ദീപസ്തംഭം മഹാചര്യം ഞാൻ കഴിഞ്ഞിട്ടേ ഈ ലോകത്ത് എന്തോ ഉള്ളെന്ന് വീരവാദം മുഴക്കിട്ട് ദേ കിടക്കുന്ന സ്തംഭം നിലംപതിച്ചു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറഞ്ഞിട്ടോ തർക്കിച്ചിട്ടോ ഒന്നും ആർക്കും ഒരു പ്രയോജനവും ഇല്ല. പ്രയോജനമുണ്ട് ചേട്ടാ. ഇപ്പൊ മുഖത്തടിക്കും പോലെ പറഞ്ഞാലേ നാളെ മറ്റൊരു കാര്യത്തിലും കൈ കടത്താനുള്ള ധൈര്യം ഉണ്ടാവാതിരിക്കും. ആ പറഞ്ഞത് 100% ശരിയാ. ഇനിയെങ്കിലും അവരവരുടെ സ്ഥാനവും കഴിവും എന്താണെന്ന് മനസ്സിലാക്കി പെരുമാറിയ അവർക്ക് കൊള്ളാം. ഇപ്പൊ എന്ത് പറയുന്നു? പട്ടിക്കാട്ടി പരിപ്പ് കറി വെക്കുന്ന പോലെയല്ല ഇത്തരം വലിയ വലിയ ഫംഗ്ഷൻസ് എന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു. പട്ടിക്കാട്ടിലാണോ പട്ടണത്തിലാണോ വളർന്നതെന്നുള്ളതൊന്നും അല്ല മഞ്ജരി കാര്യം. ചെയ്യുന്ന ജോലിയിൽ നമ്മൾ കാണിക്കുന്ന ആത്മസമർപ്പണമാണ് പ്രധാനം. നിന്റെ സമർപ്പണ ബോധം എത്രത്തോളം ഉണ്ടെന്നും അതിപ്പോ എവിടെ കിടക്കുന്നു എല്ലാരും കണ്ണു തുറന്ന് കാണുന്നുണ്ട്. അങ്ങനെയല്ലമ്മേ, എവിടെയോ എന്തോ ഒരു ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്. ആ തെറ്റ് ഞാൻ തന്നെ ശരിയാക്കിക്കോളാം. എപ്പോഴത്തേക്കാ? ഞങ്ങളുടെ ഷഷ്ടിപൂർത്തി നടത്തുമ്പോഴോ? ഇനിയും ബന്ധുക്കളൊക്കെ എത്താനും നമ്മുടെ ഇവിടുത്തെ ഫംഗ്ഷൻ തുടങ്ങാനും 1 മണിക്കൂർ കൂടി ബാക്കിയുണ്ടല്ലോ. ഉണ്ടെങ്കിൽ ആ സമയം കൊണ്ട് എന്ത് ചെയ്യാന്നാ? നേരം വെളുക്കുമ്പോ തുടങ്ങിയ ഡെക്കറേഷൻ പണിയാ, അത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇനി ഇപ്പൊ തുടങ്ങിയിട്ട് എവിടെ എത്തിക്കാനാ? എന്തെങ്കിലും ചെയ്തോളാം ഞാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ ഞാൻ എല്ലാം ശരിയാക്കിക്കോളാം. നടക്കുന്ന കാര്യം വല്ലതും പറയും മേഘനെ.
ഇങ്ങനെ എന്റെ കൈക്കുമ്പിളിൽ സ്വർഗം ഉണ്ടെന്ന് പ്രസംഗിച്ചിട്ട് മാത്രം കാര്യമില്ല. അവൾ 1 മണിക്കൂർ സമയമല്ലേ ചോദിച്ചത്, അതും കൊടുത്തു നോക്ക്. അവക്ക് ചെയ്യാൻ പറ്റുന്നോണ്ടല്ലേ അവൾ അങ്ങനെ ഒരു അനുവാദം ചോദിക്കുന്നത്. വരുന്നവരുടെയൊക്കെ മുമ്പിൽ നിന്ന് നാണം കെടുമെന്നുള്ളത് ഉറപ്പാ അമ്മേ. അതിൽ ഇനി ഒരു മാറ്റവും ഉണ്ടാവില്ല. അതിനിടയ്ക്ക് ഇനി എന്തു മനമറിക്കാനാ? നോക്കാം. 1 മണിക്കൂറിൽ ഇവൾ ഒരുക്കുന്ന വിസ്മയം. ഞാൻ എന്തെങ്കിലും സഹായിക്കണോ മേഘ്നെ? മടിക്കാണ്ട് ചോദിച്ചോ. തൽക്കാലം ഒന്നും വേണ്ട മഞ്ജരി. തെറ്റ് പറ്റിയത് എനിക്കാ. അത് ഞാൻ തന്നെ തിരുത്തിക്കോളാം. ശരി, നിന്റെ ഇഷ്ടം. ബാ ഹർഷിണി. മേഘനെ, ഞങ്ങളുണ്ട് കൂടെ. എന്താ ചെയ്യേണ്ടെന്ന് പറ, ഞങ്ങൾ സഹായിക്കാം. എനിക്ക് ആലോചിക്കാനായിട്ട് കുറച്ച് സമയം വേണം മിഥുനേട്ടാ. ഞാൻ കാരണം ഉണ്ടായ തെറ്റ് ഞാൻ തന്നെ തിരുത്തിക്കോളാം.